അപ്പൻ എനിക്ക് തന്നിരിക്കുന്നത് തെക്കേ ദേശമാണല്ലോ. ആ ദേശം ഉണങ്ങിയ ദേശം, ആ ദേശം വരണ്ട ദേശം. അതുകൊണ്ട് അതിനെ നനയ്ക്കാൻ ഒരു നീരുറവ കൂടി എനിക്ക് തരാമോ? ഒരു നീരുറവ കൂടി എനിക്ക് തരാമോ? അവളുടെ ആവശ്യം എനിക്കിത് വേണ്ടാന്ന്. എന്തോരം നല്ല മനുഷ്യരുണ്ടായിരുന്നു. ഇങ്ങേരുടെ ഈ കൈപ്പറ്റൂർ വന്ന് കിടക്കാനാണല്ലോ എന്റെ. അതല്ല അവളുടെ പരാതി. എനിക്കിത് വേണ്ട എന്നതല്ല പ്രശ്നം. She don't want to ask and how to ask. എങ്ങനെ ചോദിക്കണമെന്നും എന്ത് ചോദിക്കണമെന്നും അറിയുന്ന വിവേകമുള്ള അമ്മ. പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ല, പക്ഷെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് വിവേകമുള്ള ഒരു സ്ത്രീരത്നമായിരുന്നു അക്സ. അവള് പറഞ്ഞു, എനിക്കൊരു നീരുറവ. അപ്പനായ കാലേബ് എന്ത് ചെയ്തു? 2 നീരുറവകൾ കൊടുത്തു. 2 നീര് നിനക്ക് കിട്ടിയിരിക്കുന്ന ദേശം നനയ്ക്കാൻ ഞാൻ നിനക്ക് 2 നീരുറവകളെ തരാം. പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഇതായിരിക്കണം. പരിശുദ്ധാത്മാവുള്ള പ്രാർത്ഥന. കർത്താവേ, എനിക്ക് എന്തൊക്കെയോ തന്നിട്ടുണ്ട്. നീ തന്നതല്ലാതെ എനിക്ക് ഒന്നുമില്ല. ഞാൻ അനുഭവിക്കുന്നതെല്ലാം എന്റെ സന്തോഷങ്ങളും എന്റെ സൗഭാഗ്യങ്ങളും എന്റെ ഉയർച്ചകളും എന്റെ താഴ്ചകളും എന്റെ എല്ലാം നീ തന്ന ദാനം. നീ തരുന്ന എല്ലാത്തിനും നിനക്ക് ഉദ്ദേശമുണ്ട്. എങ്കിലും അപ്പ, നീ തന്നതിനെ നനയ്ക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നീ തന്ന മക്കള് ശരിയാണ്, പൂർണ്ണ ആരോഗ്യമുള്ളവരാണ്. പക്ഷെ അപ്പ അവർക്ക് കുറവുകളുണ്ട്. അവരെ നനയ്ക്കാൻ, ഫലമുള്ളതാക്കാൻ, നനവുള്ള ചെടികളുടെയും മരങ്ങളുടെയും ചുവട്ടിൽ മാത്രമേ ഫലമുള്ളൂ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഉഷ്ണക്കാറ്റ് വന്നാൽ വാടിപ്പോകാതെ ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എന്റെ തലമുറയും എന്റെ മക്കളും എന്റെ സഭയും എന്റെ സമൂഹവും എല്ലാം ഉണങ്ങിപ്പോകാതെ ഇരിക്കാൻ, നനവുണ്ടാകാൻ ചില സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എനിക്ക് വേണം. എനിക്ക് നീരുറവ വേണം. എനിക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ ഇനി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മറിച്ച് നനവുകൾ വേണം. ചിലയിടത്ത് ചില നനവുകൾ വേണം. മക്കളെ, ചില നനവുകൾ വേണം. കുടുംബ ബന്ധങ്ങളിൽ ചില നനവുകൾ വേണം. അത് മെറ്റീരിയലിസ്റ്റിക് ആയ ഭൗതികമായ നന്മയും. ഇതേ കാര്യം എവിടെയും വേണമെന്നറിയാമോ? ആത്മീയ വരൾച്ചയിലും വേണം. നമ്മൾ പലരിലും ആത്മീയ വരൾച്ച